അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടായിരുന്നു. ഇനി വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം. ഡെലിവറിക്ക് മുമ്പ് തന്നെ ആദമിൻ്റെ ബേബി നഴ്സറിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. എനിക്ക് സിസേറിയൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ വേണമല്ലോ. ഫുഡൊക്കെ റാഷിയാണ് ഉണ്ടാക്കി തന്നത്. എല്ലാ ഫുഡെന്ന് പറയുന്നില്ല, റാഷിനെ കൊണ്ട് പറ്റുന്ന ഫുഡൊക്കെ റാഷി ഉണ്ടാക്കി തന്നായിരുന്നു. ബാക്കി ഫുഡൊക്കെ ഫ്രണ്ട്സ് എത്തിക്കുമായിരുന്നു. ഒരു മാസത്തോളം എൻ്റെ ഫ്രണ്ട്സ് ഫുഡ് കൊണ്ടു തന്നിരുന്നു. എൻ്റെ 2 ഡെലിവറി സമയത്തും ഫ്രണ്ട്സ് ഇങ്ങനെ ഫുഡ് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ റാഷി തന്നെയാണ് നോക്കിയത്. റാഷി 2 മാസം ലീവ് എടുത്ത് വീട്ടിലിരുന്നായിരുന്നു. 2 ഡെലിവറിയിൽ അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെയും മക്കളുടെയും കാര്യമൊക്കെ റാഷി തന്നെയാണ് നോക്കിയത്. ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഡെലിവറിയിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ. റാഷി തന്നെയായിരുന്നു എല്ലാം മാനേജ് ചെയ്തത്. റാഷി നന്നായിട്ട് കെയർ ചെയ്ത് നോക്കുമെല്ലാം. പിന്നെ ആദമിൻ്റെ ചെക്കപ്പിനും കുത്തിവെപ്പിനൊക്കെ കറക്റ്റ് കൊണ്ടുപോകണം. പുതിയൊരു കുഞ്ഞ് വരുമ്പം സെയിൻ്റെ കാര്യത്തിനൊന്നും ഒരു കുറവുണ്ടാവരുതെന്ന് റാഷിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് നല്ലോണം കെയർ ചെയ്തിരുന്നു. പിന്നെ സെയിനും ആദമും തമ്മിലുള്ള ബോണ്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് ഉണ്ടായിട്ടാ. സെയിന് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത ആദമിനെ, ഭയങ്കര സ്നേഹമായി തമ്മിൽ. പിന്നെ ആദമിൻ്റെ മുടി കളഞ്ഞ് തൊട്ടിൽ കെട്ടി. അതിനിടയിൽ എൻ്റെ ബർത്ത്ഡേ വന്നു, സെയിൻ്റെ ബർത്ത്ഡേ വന്നു, ഓണം വന്നു. ഡെലിവറി കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മളിവിടെ പുറത്തൊക്കെ പോകാൻ തുടങ്ങും. എല്ലായിടത്തിലും പോവും, പാർക്കിലും സൂലും റെസ്റ്റോറൻറ്റിലൊക്കെ പോകും. നമുക്ക് കുഞ്ഞിനെല്ലൊരു റിലാക്സേഷനാണത്. ആദമിന് 2 മാസമായപ്പോൾ ആദമിന് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഞാനും സെയിനും ആദമും. അനിയൻ്റെ കല്യാണത്തിനാണ് നാട്ടിലേക്ക് വന്നത്. ഞാൻ 7 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സെയിനും ആദമും ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് ഞങ്ങൾക്ക്. നമ്മളുടെ നാടും മണ്ണും തോടും അങ്ങനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അവരും വളരട്ടെ. താങ്ക്